back to my channel Gadget Shahil. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഐഫോൺ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഐഫോൺ 11 Pro ആണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ് അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വാവ് ഗൈസ്, നമ്മുടെ ഐഫോൺ 11 Pro ആണ്. യെസ്, ഐഫോൺ 11 Pro. Yes, നമ്മുടെ സെക്കൻഡ് ഐഫോൺ 11 Pro. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി അടുത്തായിട്ട് നമ്മുടെ ഐഫോൺ 11 Proന്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഐഫോൺ 11 Pro നമ്മുടെ 10s കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഈ 11 Proയിൽ വരുന്നത് ബാക്ക് സൈഡിൽ മാറ്റ് ഗ്ലാസിൻ്റെ ഫിനിഷിംഗ് ആണ് വരുന്നത്. പക്ഷേ 10s നമുക്ക് ഗ്ലോസി ഗ്ലാസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 11 Proയിൽ നമുക്ക് സ്ക്വയർ ക്യാമറ ഹൗസിങ്ങിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറയാണ് ലഭിക്കുന്നത്. അതൊന്ന് വൈഡും അൾട്രാ വൈഡും അതുപോലെ തന്നെ ടെലിഫോട്ടോ ക്യാമറയാണ് വരുന്നത്. പിന്നെ 10sലാണെങ്കിൽ നമുക്ക് ഡുവൽ ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ നമ്മുടെ ഐഫോൺ 11 Proത്തെ ക്യാമറയുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ നല്ല രീതിക്ക് തന്നെ നൈറ്റ് മോഡ് കൊടുത്തിട്ടുണ്ട്. നല്ല ലോ ലൈറ്റിലായാലും അത്യാവശ്യം നല്ല വെളിച്ചത് ഞാൻ അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ലോണം ഇമ്പ്രസ് ചെയ്തൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നമുക്ക് പോർട്രേറ്റിൽ വരുന്നൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വെയിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 11 Proന് കുറച്ചും കൂടി എക്സ്ട്രാ വെയിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐഫോൺ 11 Pro 4 കളർ വേരിയന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യം തന്നെ മിഡ്നൈറ്റ് ഗ്രീൻ, അതുപോലെ തന്നെ സിൽവർ, അതുപോലെ തന്നെ സ്പേസ് ഗ്രേ, ഗോൾഡ് എന്നീ 4 വേരിയന്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സ്റ്റോറേജ് വേരിയന്റുകൾ എന്ന് പറയുമ്പോൾ 3 വരുന്നത്. 64 GB അതുപോലെ തന്നെ 256 GB അതുപോലെ തന്നെ 512 GB വേരിയന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ളപ്പോൾ 512 GB സ്റ്റോറേജ് വേരിയന്റ് ആണ്. അതുപോലെ തന്നെ പിന്നെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സൂപ്പർ റെറ്റീന ഓൾറെഡി ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. അതും 5.8 ഇഞ്ച് സ്ക്രീനിന്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഐഫോൺ 11 Pro ഇൻബിൽറ്റ് ആയിട്ടുള്ള പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ A13 ബയോണിക് ചിപ്പാണ് ഇതിൽ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 10s മാച്ചിനേക്കാളും 5 hours എക്സ്ട്രാ ബാറ്ററി ലൈഫ് കിട്ടുന്നതാണ് നമ്മുടെ ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററി ലൈഫിനെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിളിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂവിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡ് ചെയ്യുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഷാഹിൽ സൈനിങ് ഓഫ്.